ഹായ് എവരിവൺ, വെൽക്കം ടു മിച്ചൂസ് വേൾഡ്. ഇന്നത്തെ വീഡിയോ നമ്മളെ വീട്ടിലൊക്കെ ഉള്ള സ്റ്റൗവ് എങ്ങനെ ഡീപ്പായിട്ട് നല്ല വൃത്തിയായിട്ട് ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ്. ഇതിന് വേണ്ടി ഒരു മിക്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഈ മിക്സും നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് കാണാം. ഇതെൻ്റെ പഴയൊരു സ്റ്റൗവാണ്, ഫുൾ അഴുക്കാണ്. അപ്പോൾ ഈ ഒരു സ്റ്റൗവിനെയാണ് ഈ മിക്സ് ഉപയോഗിച്ചിട്ട് വൃത്തിയാക്കി എടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ മിക്സ് ഉണ്ടാക്കാൻ വേണ്ടി എന്തൊക്കെ വേണമെന്ന് നോക്കാം. സുർക്ക വേണം, മാവൊക്കെ പൊങ്ങാൻ യൂസ് ചെയ്യുന്ന അപ്പക്കാറില്ലേ അതാണിത്. പിന്നെ ഡിഷ് വാഷ് വേണം. ഫസ്റ്റ് ഒരു സ്പൂണ് സോഡിയം ബൈകാർബണേറ്റ് നമുക്ക് ഒരു കുഞ്ഞു ബൗളിൽ എടുക്കാം. അതിനുശേഷം 2 സ്പൂണ് വിനെഗർ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ചെറുതായി ബബിൾസൊക്കെ പൊങ്ങി വരുന്നത് കാണാൻ പറ്റും. അതിനുശേഷം നമ്മൾ 1 സ്പൂൺ ഡിഷ് വാഷ് ഒഴിച്ചു കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ ഡൈലൂട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഡിഷ് വാഷാണ്, അതുകൊണ്ടാണ് 1 സ്പൂൺ ഒഴിച്ചു കൊടുത്തത്. ഇതിപ്പോൾ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ളതാണെങ്കിൽ ഒരു 4 ഡ്രോപ്സൊക്കെ ഇട്ടിച്ചാൽ മതി. ഇനി ഈ മിക്സ് നമുക്ക് ഈ സ്റ്റൗവിൻ്റെ മുകളിലൊക്കെ ഒഴിച്ചു കൊടുക്കുക. അതിന് മുന്നേ ആയിട്ട് നമ്മൾ ഈ സ്റ്റാൻഡും അതുപോലെ തന്നെ ബർണറും ഒക്കെ എടുത്ത് മാറ്റണം. ഇനി നമുക്ക് അഴുക്കുള്ള ഭാഗത്തും ഈ തുരുമ്പ് പോലെയൊക്കെയുള്ള സ്ഥലത്ത് കുറച്ചധികം നമ്മൾ ഈ മിക്സ് ഒഴിച്ചു കൊടുക്കണം. നേരത്തെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള സ്റ്റാൻഡും ബർണറൊക്കെ എടുത്തിട്ട് ഇതേപോലെ ഒരു വലിയ ബൗളിൽ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇപ്പോൾ ഇത് മൂടണ വരെ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ഈ സ്റ്റാൻഡും ബർണറൊക്കെ ഉൾക്കൊള്ളുന്ന അത്ര വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ മിക്സ് ഉണ്ടാക്കിയില്ല, അതേ സെയിം സംഭവം തന്നെ ഇതിലോട്ടും ആഡ് ചെയ്ത് കൊടുക്കുക. 1 സ്പൂൺ ബൈകാർബണേറ്റും സോഡിയം ബൈകാർബണേറ്റും പിന്നെ 2 സ്പൂൺ വിനെഗറും അതുപോലെ തന്നെ കുറച്ച് ഡിഷ് വാഷും ആഡ് ചെയ്ത് കൊടുക്കുക. നേരത്തെ ഞാൻ 1 സ്പൂൺ ഡിഷ് വാഷ് അല്ല യൂസ് ചെയ്തത്. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര ഒഴിക്കുക. അപ്പോൾ കുറേ വെള്ളം ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ഡിഷ് വാഷ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഈ പാത്രം നമ്മൾ ഇപ്പോൾ രാത്രിയാണ് ഇത് ചെയ്യുന്നത് വെച്ചാൽ രാവിലെ എടുത്തിട്ടാണ് ഇത് വൃത്തിയാക്കേണ്ടത്. അപ്പോൾ ഒരു രാത്രി മുഴുവനും നമ്മളിങ്ങനെ ഇട്ട് വെക്കണം. ഈ തുരുമ്പൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ 1 മണിക്കൂറിന് ശേഷമാണ് ഈ സ്റ്റൗ വൃത്തിയാക്കുന്നത്. അപ്പോൾ സാധാരണ അഴുക്ക് മാത്രമേ ഉള്ളതെങ്കിൽ 1/2 മണിക്കൂറിന് ശേഷം ഇത് വൃത്തിയാക്കാം. ഇനി നമുക്ക് ഇതേപോലെ ഒരു പാത്രം കഴുകണ സ്ക്രബ്ബർ എടുത്തിട്ട് ഇതേപോലെ വൃത്തിയാക്കാം. അപ്പോൾ സ്റ്റീൽ റൂൾ തന്നെ യൂസ് ചെയ്യണമെന്നില്ല, സാധാ ഇതേപോലത്തെ സ്ക്രബ്ബർ യൂസ് ചെയ്താലും നന്നായി ക്ലീൻ ചെയ്ത് കിട്ടും. അതിനുശേഷം ഇതേപോലെ ഒരു വൈപ്സോ അല്ലെങ്കിൽ സാധാരണ ഒരു തുണിയോ യൂസ് ചെയ്തിട്ട് നമുക്കിതേപോലെ എല്ലാ ഭാഗത്തും തുടച്ചെടുക്കാം. ലാസ്റ്റ് ഇതേ ഒരു അവസ്ഥയായിരിക്കും നമ്മൾ വൈപ്സിനുണ്ടാവുക. അതിനുശേഷം നമ്മൾ ഈ നോബ്സൊക്കെ എങ്ങനെ വൃത്തിയാക്കുക വെച്ചാൽ നമ്മൾ ടൂത്ത് ബ്രഷൊക്കെ ഉണ്ടാവും, പഴയൊരു ടൂത്ത് ബ്രഷ് ഉപയോഗിച്ചിട്ട് നമുക്കിതേപോലെ സ്ക്രബ് ചെയ്ത് കൊടുത്തിട്ട് ഈ നോബ്സൊക്കെ വൃത്തിയാക്കാം. അതിനുശേഷം നേരത്തെ പോലെ വൈപ്സ് കൊണ്ട് തുടച്ചെടുത്താൽ മതി. അപ്പോൾ ഇന്നലെ ഞാൻ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള വെള്ളമാണിത്. അപ്പോൾ രാവിലെയാണ് ഞാനത് ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ എല്ലാം കൂടി നമ്മൾ സിങ്കിലിട്ടിട്ട് ഇതേപോലെ ഒരു സ്റ്റീൽ റൂളോ അല്ലെങ്കിൽ സ്റ്റീൽ റൂളാണ് ബെസ്റ്റ്, അല്ലെങ്കിൽ ടൂത്ത് ബ്രഷ് ഉപയോഗിക്കാം. പക്ഷേ ഈ സ്റ്റീൽ റൂൾ ഉപയോഗിക്കുമ്പോൾ ഒന്നും കൂടി നമ്മുടെ അഴുക്കും അതുപോലെ ഈ തുരുമ്പ് ഭാഗമൊക്കെ നന്നായി ക്ലീൻ ചെയ്ത് കിട്ടും. അപ്പോൾ കുറച്ചും കൂടി ഡിഷ് വാഷ് ആഡ് ചെയ്തിട്ട് വേണം നമ്മളിത് വൃത്തിയാക്കാൻ. പിന്നെ ഇതേപോലെ ബർണറൊക്കെ കഴുകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ ഹോളിൻ്റെ ആ ഭാഗത്തൊക്കെ നന്നായി വൃത്തിയാക്കണം. അപ്പോൾ ബർണറൊക്കെ ക്ലീൻ ചെയ്യാൻ കിട്ടുന്ന ഒരു ബ്രഷ് ഉണ്ട്, അത് വെച്ചിട്ടാണെങ്കിൽ ഒന്നും കൂടി വൃത്തിയായി കിട്ടും. ഈ സ്റ്റൗവ് കുറച്ച് മുന്നേ ബാച്ചിലേഴ്സ് റൂമിലായിരുന്നു, അതാണ് ഈ സ്റ്റൗവിൻ്റെ അവസ്ഥ ഇങ്ങനെ. അങ്ങനെ സ്റ്റൗവ് നല്ല സൂപ്പറായിട്ട് വൃത്തിയായിട്ടുണ്ട്. ബർണറായാലും സ്റ്റാൻഡായാലും അതിൻ്റെ നോബായാലൊക്കെ അടിപൊളിയായിട്ട് വൃത്തിയായിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ബർണറും സ്റ്റാൻഡും ഒക്കെ വെച്ച് കൊടുക്കാം. അങ്ങനെ ഇതാണ് സ്റ്റൗവിൻ്റെ ഫൈനൽ ലുക്ക്.
ഈ ബർണറിൻ്റെ ഹോളൊക്കെ നല്ല വൃത്തിയായിട്ട് ക്ലീനായി കിട്ടിയിട്ടുണ്ട്. അതുപോലെ അതിൻ്റെ ഉള്ളിലുള്ള അഴുക്കും ഒക്കെ പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ നോബിൻ്റെ ഉള്ളിലൊക്കെ നിറച്ച് അഴുക്കായിരുന്നു. അപ്പോൾ അതൊക്കെ ക്ലീനായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സ്റ്റൗ ഒന്ന് കത്തിച്ച് നോക്കാം. അപ്പോൾ സൂപ്പറായിട്ട് കത്തുന്നുണ്ട്. നേരത്തെ ഇതിൻ്റെ ചില ഹോളുകളൊന്നും കത്തിയിരുന്നില്ല. ഇപ്പോൾ അതൊക്കെ ക്ലീനായി വൃത്തിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ ഈ സെയിം മിക്സ് തന്നെ നമുക്ക് ബാത്റൂം ക്ലീൻ ചെയ്യാനും വാഷ് ബേസിൻ ക്ലീൻ ചെയ്യാനും അതുപോലെ മിക്സി ക്ലീൻ ചെയ്യാനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അപ്പോൾ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.